ഹായ് വെൽക്കം ടു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡെയിലി വ്ളോഗ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണാനൊക്കെ ആരെങ്കിലും കാണുമോ എന്ന് പോലും അറിയില്ല. പക്ഷേ ഇതൊരു ടെസ്റ്റിംഗ് പോലെ ഇടുന്നൊരു വ്ളോഗാണ്. അപ്പോൾ ഇന്ന് വലിയ വിശേഷങ്ങളൊന്നുമില്ല, പക്ഷേ അവിടെ ഇവിടെയൊക്കെ കാണുന്നതെല്ലാം ഷൂട്ട് ചെയ്ത് വെറുതെ ഒരു വ്ളോഗാക്കി വെക്കാം എന്ന് കരുതിയിട്ടാണ്. രാവിലത്തെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ലഞ്ച് ഉണ്ടാക്കുന്നത് ഒരു സാലഡാണ്. ഇതിൻ്റെ ഈ വെജിറ്റബിൾസ് എല്ലാം ഞാൻ നേരത്തെ തന്നെ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് വെക്കും. കാരണം അതാകുമ്പോൾ നമുക്ക് പെട്ടെന്നെടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ എളുപ്പമാവും. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം മുതലേ എല്ലാം കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തെടുത്ത് വരുമ്പോൾ ഒരു നേരമാവും. അപ്പോൾ ഈ സാലഡിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ക്യാരറ്റ്, സവാള, കുക്കുംബർ, ക്യാപ്സിക്കം, പിന്നെ ചിക്കൻ. അത് വേവിച്ചതോ ഗ്രില്ല് ചെയ്തതോ എങ്ങനെ വേണമെങ്കിലും എടുത്ത് ചെറുതായിട്ടൊന്ന് ക്യൂബ്സായിട്ട് അരിഞ്ഞത്, പിന്നെ വെള്ളക്കടല പുഴുങ്ങിയെടുത്ത് വേവിച്ചത്, പിന്നെ 2-3 മുട്ട പുഴുങ്ങിയത് ചെറുതായിട്ട് അരിഞ്ഞത്. ഇതൊരു 3 പേർക്കുള്ള ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വെജിറ്റബിൾസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിൽ വെള്ളക്കടലയ്ക്ക് പകരം വേറെ കടല എന്തെങ്കിലും എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൾസ് എടുക്കണമെങ്കിലോ ഒക്കെ ആകാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിന് മാറ്റം വരുത്താം. ഇതിൻ്റെ കൂടെ ലീഫായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ ഇതിന് ഡ്രസ്സിങ്ങുമായിട്ട് യൂസ് ചെയ്യുന്നത് കട്ട തൈര്, ഉപ്പ്, കുരുമുളക്, കുറച്ച് നാരങ്ങ നീര്, പിന്നെ ഒലിവ് ഓയിൽ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് അത് കട്ടാതെ നന്നായിട്ട് ഇളക്കി വിടുക. ഈ ഡ്രസ്സിങ് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് തോന്നും, പക്ഷേ അത് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. ഇച്ചിരി ലൂസ് ആകുമ്പോഴത്തേനും ഈ വെജിറ്റബിൾസിനുള്ളിൽ കുക്കുംബറിലൊക്കെ ഉള്ളിൽ വെള്ളം ഇറങ്ങിയിട്ട് ഇച്ചിരി കുറച്ചധികം ലൂസായിപ്പോൾ. അപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ലഞ്ച് റെഡിയായി. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ ഇതിന് 3 പേര് കഴിച്ചിട്ട് ഇതിന് ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത ദിവസത്തേക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ്. നമുക്കിത് സ്റ്റോർ ചെയ്യാം. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 2 ദിവസമൊക്കെ നല്ലപോലെ യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യില്ല. 2 ദിവസത്തേക്ക് നല്ല രീതിയിൽ അടച്ചു വെക്കാം. പിന്നെ കുക്കിങ്ങിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ബേക്കിംഗ് എന്ന് പറയുന്നത്. അതും ഇങ്ങനത്തെ സിനമൺ റോൾസും ബണ്ണുകളും ബ്രെഡുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബേക്ക് ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ചധികം സിനമൺ റോൾസ് ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ പകുതി ഞാനെടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നു. അത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുവാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പയ്യെ ചെയ്യാം. സിനമൺ റോൾസിൻ്റെ മാത്രമായിട്ട് റെസിപ്പി ഞാൻ പയ്യെ ചെയ്യാം. അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു മോട്ടിവേഷനാണ്. കഴിച്ചവരെല്ലാം ഇത് കഫേസിൽ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അത്രയും സോഫ്റ്റും നല്ല ക്വാളിറ്റി ഈസ്റ്റൊക്കെ ഇട്ട് ഉപയോഗിച്ചുണ്ടാക്കിയാൽ നല്ല ഒരു ടെക്സ്ചറും നല്ലൊരു ഫ്ലേവറും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് തന്നെ ചെയ്യണം. ആ ടോപ്പിങ്ങോട് കൂടെ കഴിക്കുമ്പോഴാണ് അതിന് ഏറ്റവും നല്ല ടേസ്റ്റ്. ക്രീം ചീസ് ഒരുപാട് തിക്കാക്കാതെ അത്യാവശ്യം അപ്ലൈ ചെയ്യാൻ പറ്റിയ, അതായത് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെ വേണം ഉണ്ടാക്കിയെടുക്കാൻ. അതല്ല അതിനിപ്പോൾ തിക്കായി പോയെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ, ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കേക്കിന് വേണ്ടി ഉണ്ടാക്കിയ ഫ്രോസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ല തിക്കാണ്. അങ്ങനെ വരുമ്പോൾ ചൂടോടെ ഈ സിനമൺ റോളിലേക്ക് അപ്ലൈ ചെയ്യുക, ഫ്രോസ്റ്റിംഗ് യൂസ് ചെയ്യുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഉള്ളിലേക്കൊക്കെ കയറി ഇതുപോലെ നല്ല പഞ്ഞി പോലെ കിട്ടും. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ മീന ബസാറിലേക്ക് പോവുകയാണ്. പോകുന്നത് ഒരു സാരി എടുക്കാനാണ്. ഇപ്പോഴും ഇവിടെ ഓണം സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ചിലരൊക്കെ ഇങ്ങനെ കളിയാക്കി പറയാറുണ്ട്, UAE ഓണം ക്രിസ്മസ് കഴിഞ്ഞാലും കഴിയില്ല എന്ന്. അതൊരു കണക്കിന് നോക്കിയാൽ സത്യം തന്നെയാണ്. കാരണം ഒരുപാടധികം കമ്മ്യൂണിറ്റീസും ഫ്രണ്ട്സും പല ടൈപ്പ് ഗ്യാങ്ങും അങ്ങനെ ഒരുപാട് കണക്ഷൻസും ഒക്കെ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഓരോ ഗ്യാങ്ങിൻ്റെയും കൂടെ സെലിബ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ക്രിസ്മസ് ആവാം, അത് കഴിഞ്ഞ് പിന്നെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ, അത് കഴിയുമ്പോൾ പിന്നെ പെരുന്നാളാകും. അങ്ങനെ UAEയുടെ സെലിബ്രേഷൻസ് അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നത് കല്യാൺ സിൽക്സിലാണ്. ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു സാരി കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കണ്ട് ഒരു കമ്മലും കൂടെ വാങ്ങിയിട്ട് അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ചുമ്മാ കാണാൻ ഇറങ്ങാൻ വേണ്ടി തന്നെ നല്ല രസമാണ്.
അതിൻ്റെ ഒരു നമ്മുടെ ഡൽഹിയിലൊക്കെ ഒരു സ്ട്രീറ്റിൻ്റെ ഒരു സ്റ്റൈലാണ്. കൂടുതലും ഇന്ത്യൻസുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അറബ് കൺട്രിയാണ് എന്നൊരു ഫീലേ ഉണ്ടാവില്ല. കാരണം ചുറ്റിനുമുള്ളത് ഒന്നെങ്കിൽ മലയാളികൾ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ്, അങ്ങനെ ഹിന്ദിയും അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. പിന്നെ ഒരുപാട് പാകിസ്ഥാനി സൽവാസ് കിട്ടുന്ന ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ഇതിൽ നടന്നു പോകാനും ഈ ഓർണമെൻറ്റ്സും എല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാനും. നല്ലൊരു കല്യാണത്തിന് ഷോപ്പിങ്ങിന് വന്ന പോലെ ഒരു മൊത്തത്തിലൊരു ഫെസ്റ്റീവ് വൈബായിരുന്നു. പിന്നെ നേരെ തിരിച്ച് അവിടെ നിന്ന് വീടെത്തി. അടുത്ത ദിവസത്തേക്ക് കുറച്ച് കേക്ക്സിന് ഓർഡർ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ബേക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ടച്ചപ്പ് കൂടെ നടത്തി. അങ്ങനെ ആ കേക്കും ഡെലിവറി ചെയ്തു. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻസിൽ എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ എനിക്കിതുപോലത്തെ ഒരുപാട് വീഡിയോസ് ചെയ്യാൻ നല്ലൊരു എൻകറേജ്മെൻറ്റും കൂടെയാണ്.